പാവപ്പെട്ടവരെന്ത് ചെയ്യും? നമ്മ ശ്രീധനം ഇല്ലാത്തോണ്ട് ഞങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞില്ല. 1,00,000 കഴിഞ്ഞ എന്ത് ചെയ്യും? അവലെ ഇങ്ങനെ കൂടണം കൊണ്ട് പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ ഇതാണ്. ഞങ്ങൾ അത് തന്നെ പറയുന്നത് രാവിലെ. ഇത് എങ്ങനെ ഒരു പിള്ളേരുള്ള ഞങ്ങൾക്ക് എല്ലാവരും സ്വർണം മാറ്റി വെച്ചിട്ട് ആ പൈസ വേറെ എന്തിനങ്ങനെ ഉപയോഗിക്കും. മോളാണ്, അവളുടെ കല്യാണം കഴിഞ്ഞ് അവളെ കെട്ടിക്കുമ്പോ 22,000 ആയിരുന്നു. അതാണ് ഇപ്പൊ 1,30,000. നമസ്കാരം, ന്യൂ ടോക്ക് മീഡിയയിലേക്ക് സ്വാഗതം. കുതിച്ചുയരുന്ന സ്വർണ്ണവിലയിൽ മലയാളികൾക്കുള്ള ആശങ്ക എത്രത്തോളമാണെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എന്തു പറയാനാ, നമ്മളൊക്കെ മേടിക്കാൻ ഒരു യാതൊരു നിവൃത്തിയില്ല. ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൾക്കാർ എന്ത് ചെയ്യും? സാധാരണക്കാരായ നമ്മ പാവപ്പെട്ടവരെന്ത് ചെയ്യും? നമ്മ ശ്രീധനം ഇല്ലാത്തോണ്ട് ഞങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞില്ല. പണ്ടും ശ്രീധനം ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. പണ്ടത്തെ കാലത്തും ഉണ്ട് ശ്രീധനം. അന്ന് 3 പവൻ ഇല്ലാഞ്ഞിട്ട് ഞങ്ങക്ക് കല്യാണം നടന്നില്ല. 1,00,000 കഴിഞ്ഞ എന്ത് ചെയ്യും? സാധാരണക്കാർക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂല. കാരണം സാധാരണക്കാര് പിള്ളേർ വിവാഹം കഴിക്കാൻ എന്ത് ചെയ്യും ഇന്നത്തെ കാലത്ത്? അത് മതി. അതാണ് ഞാൻ പറയണത്. ഇന്നത്തെ സമൂഹം പിള്ളേര് നന്നായിട്ട് ജോലി ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താം. അവർക്ക് സ്വർണം അത്യാവശ്യമാണ്. 1-2 ആഭരണങ്ങൾ, മാല, ഒരു കമ്മല്, വള, അങ്ങനെ അത്രയും കൊടുക്കാൻ പാടുള്ളൂ. കാരണന്മാര് ആദ്യം കൊടുക്കേണ്ടത് വിദ്യാഭ്യാസം. സ്വർണത്തിനോട് മൂല്യം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ല. പണ്ടത്തെ കാലത്തൊക്കെ, ഞങ്ങളുടെ കാലത്തൊക്കെ സ്വർണം വേണോന്ന് പറയണതല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം കൊടുക്കുക, നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കുക. പാവപ്പെട്ട പെൺപിള്ളേരെ കല്യാണം കഴിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ആശങ്ക തന്നെയാണ്. ഒരുപാടുള്ളവർക്ക് സന്തോഷമായിരിക്കും, ഇല്ലാത്തവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. വർദ്ധിച്ചു പോവാതിരിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ? അവലെ ഇങ്ങനെ കൂടണം കൊണ്ട് പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ ഇതാണ്. അമ്മമാർക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിഷമമുള്ള കാര്യം അമ്മമാർക്കല്ല, പെൺകുട്ടികളുള്ള എല്ലാവർക്കും കൊടുക്കുമ്പോൾ ധനമാണ് ചോദിക്കുന്നത്. നമ്മള് വിദ്യാഭ്യാസമാണ് എൻ്റെ ഇതിൽ ധനമായിട്ട് ഞാൻ നോക്കുന്നത്. അതുണ്ടെങ്കിൽ സ്വർണം കൊടുത്താൽ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവരെടുത്തു പോകും. പക്ഷെ വിദ്യാഭ്യാസം ഒരിക്കലും പോവില്ല. അത് ധനമായി കാണിച്ചാലും വേറെയുള്ളവർക്ക് ഇത് തന്നെ ധനം ചോദിക്കും. എനിക്ക് ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ സാധുക്കളായ ആൾക്കാർക്ക് അവരുടെ മക്കൾ നിന്ന് പോണേ. എല്ലാ ആൾക്കാർക്ക് ഇത് വേണമെന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലപാട് മാറ്റുന്ന സ്വർണത്തിന്റെ വില കൂടരുതെന്നാണ് എന്റെ അഭിപ്രായം. സാധാരണക്കാർക്കൊന്നും സ്വർണം മേടിക്കാൻ പറ്റൂല. സ്വർണ്ണവില ഇങ്ങനെ പോയി കഴിഞ്ഞാല് 2,00,000 എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കണത്. അല്ല, അത് നമുക്ക് ദോഷമാണ്. പ്രതീക്ഷ എന്നല്ല, കൂടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആളുകൾക്ക് ആശങ്ക വളരെ ഉണ്ട്. അതുകൂടാതെ എത്തും എന്നുള്ളൊരു ഇതിലാണ് നിൽക്കണത്. കാരണം വേറൊന്നല്ല, നമുക്ക് വീട്ടിലും പെൺകുട്ടികളുണ്ട്. അല്ല, ഒരു സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും കൊടുക്കുന്ന സാഹചര്യമല്ല സമൂഹത്തിലുള്ളത്. അപ്പൊ ഒരു സാഹചര്യത്തിൽ ആ ഒരു രീതി തന്നെ നമ്മ ഒരു ട്രഡീഷണൽ രീതി അങ്ങനെയല്ല, അതിന് കൊടുത്തു കെട്ടിക്കുക, ഗോൾഡ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നോർമലി പോയിക്കൊണ്ടിരിക്കുക. അതായത് മാറേണ്ട സമയമായെങ്കിലും പക്ഷെ അത് സമൂഹം ആ രീതിയിൽ കൺവേർട്ട് ആയിട്ടില്ല. ആ ഒരു എഡ്യൂക്കേഷൻ ആ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഈ വില കൂടുന്നതോടുകൂടി ഒരു വലിയൊരു മാറ്റം ചിലപ്പോൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് എൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞതാണ്. സമൂഹം അങ്ങനെ ചിന്തിച്ച് തുടങ്ങി. ആശങ്കയുണ്ട്. അതിനൊരു പെൺകുട്ടികൾ വേറെയൊക്കെ മുത്ത് കൊണ്ടുള്ള മാലകൾ അങ്ങനെയൊക്കെ ഇടണം. എല്ലാവരും സ്വർണം മാറ്റി വെച്ചിട്ട് ആ പൈസ വേറെ എന്തിനങ്ങനെ ഉപയോഗിക്കും. ഇത് മോളാണ്, അവളുടെ കല്യാണം കഴിഞ്ഞ് അവളെ കെട്ടിക്കുമ്പോ 22,000 ആയിരുന്നു. അതാണ് ഇപ്പൊ 1,30,000. അത് 2018 വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണേന്നല്ലോ. 2,00,000 എത്തുന്നൊക്കെ പറയുന്നുണ്ട്. പൈസ ഉള്ളവര് വാങ്ങിക്കും, അല്ലാത്തവര് വാങ്ങിക്കില്ല. സ്വർണത്തിന് അതെ ഇവള് പറഞ്ഞാല് നമ്മൾ സ്വർണത്തിന് വില കൊടുക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? പെൺപിള്ളേരുള്ളവർക്കാണ് ബുദ്ധിമുട്ട്. അവർക്ക് കെട്ടിച്ചേക്കാനായിട്ട് ഇപ്പത്തെ സമയത്ത് പറ്റും. ഞങ്ങൾ അത് തന്നെ പറയുന്നത് രാവിലെ. ഇത് എങ്ങനെ ഒരു പിള്ളേരുള്ള ഞങ്ങൾക്ക് കല്യാണം കഴിക്കുന്നു? അതിന് ഞാൻ പറയണ ഒരു 5-10 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു വിട്ടെന്നാല് ഞങ്ങളുടെ തെക്കലെ പെണ്ണിന് ഇതേപോലെ കല്യാണം വെച്ചിട്ട് നിൽക്കണം. അപ്പൊ എന്റെ അക്കൗണ്ടിലോട്ട് അവർ പൈസ ഇട്ട് കൊടുത്തു. ഇനി ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യം എനിക്ക് 2 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിച്ച നേരത്തെ സന്തോഷം.